പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ പോരാട്ടത്തിന് നിങ്ങൾ സെക്രട്ടേറിയറ്റ് മുൻപിൽ നീതിക്കായി പോരാടിയപ്പോൾ അതിനെതിരെ മുഖം തിരിച്ചു നിന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിന്റെ അനീതിക്കെതിരെ ഭാരതീയ ജനതാ യുവമോർച്ച നിങ്ങളോടൊപ്പം തന്നെ സമരം ചെയ്തു വരികയാണ്. ആ സമയത്താണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ഒരു നേതാവ്, ആ നേതാവ് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് മന്ത്രിയുടെ അടുത്ത ഒക്കച്ചങ്ങാതി എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഏകദേശം 60 ലക്ഷം രൂപ ഈടാക്കിക്കൊണ്ട് PSC അംഗത്തെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, PSC എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണോ അതോ പിണറായി വിജയൻ സാമ്പത്തിക കമ്മീഷനാണോ എന്ന് ജനങ്ങളും ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ PSCയിൽ വിശ്വാസം ഉള്ള രക്ഷിതാക്കളും ചിന്തിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഏരിയ കമ്മിറ്റിക്ക് അംഗത്തിന് PSC അംഗത്തെ നിയമിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് PSC ഉദ്യോഗാർത്ഥികളെ അവരെ വഞ്ചിച്ചുകൊണ്ട് PSCയുടെ സർക്കാർ ജീവനക്കാരെ നിയമിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അനേകം വരുന്ന ലക്ഷോപലക്ഷം വരുന്ന യുവതി യുവാക്കളുടെ പ്രതീക്ഷകളെ അതിനെയൊക്കെ തന്നെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളുടെ ചിറക് അഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരും അവരുടെ മന്ത്രിമാരും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ശിവരഞ്ജിത്ത് നിസാമിനെ പോലുള്ള കത്തിക്കുത്ത് കേസിലെ, യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികൾക്ക് തൊഴിൽ നൽകിയ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ആ വിദ്യാർത്ഥികളെ, ആ ഉദ്യോഗാർത്ഥികളെ ജയിലിൽ കൊണ്ടുപോയി എക്സാം എഴുതിയപ്പോൾ 1ാം റാങ്കുകാരന് കിട്ടിയത് മൊട്ടയായിരുന്നു, 0, അബ്സല്യൂട്ട് 0. അതായത് യാതൊരു ക്വാളിഫിക്കേഷനും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ആയുടെ കൂടെ അക്ഷരങ്ങൾ എട്ടി എഴുതാൻ, അമ്മ എന്ന് പോലും എഴുതാൻ അറിഞ്ഞൂടാത്ത, പെറ്റമ്മയോടും പിറന്ന നാടിനോടും സ്നേഹമില്ലാത്ത, ഈ പറയുന്ന കഞ്ചാവിനും മയക്കുമരുന്നിനും അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകളിലും പ്രതികളാകുന്ന ആളുകളെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗത്തിൽ കൊണ്ടുവന്ന് ഈ നാടിന്റെ ക്രമസമാധാന നില നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു അന്ന് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള യുവമോർച്ചയും BJP ഒക്കെ ചേർന്നുകൊണ്ട് തടസ്സം സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ഇത് ജനങ്ങളെല്ലാം തന്നെ രംഗത്തിറങ്ങണം, പ്രതിഷേധിക്കണം. നമ്മുടെ എല്ലാം തന്നെ നാടിന്റെ ഭാവി അത് തുലാസിലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് യുവമോർച്ച മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്, കുടുംബത്തിന്റെ മകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളും ഇത്തരത്തിലുള്ള അഴിമതിയും നടത്തുമ്പോൾ അടുത്ത ഒരാളും കൂടെ വന്നിരിക്കുകയാണ്, മരുമകനും വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പിണറായി വിജയനോട് പറയാനുള്ളത്, കേരളത്തിൽ വരുന്ന ലക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കണ്ണീരിന് പിണറായി സർക്കാർ മറുപടി പറയണം.